ട്രാവൽ വ്ലോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ചെറിയൊരു യാത്രയാണ്. എങ്ങോട്ട് പോകണമെന്ന് വെച്ചാൽ തെങ്കാശി റോഡിലോട്ട് പോകുന്നുണ്ട്. പോകുന്ന വഴിക്കുള്ള സീനിക് വ്യൂകൾ കാണണമെന്നാണ്. ചൂടാണ്, പോകുന്ന വഴിക്ക് ഒരുപാട് വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്, പക്ഷേ വെള്ളമില്ല. അതായത് ഒരു ചൂട് കാലമാണ്. ഒരു യാത്ര ഇറങ്ങിയാണ്. എൻ്റെ കൂടെ ഉള്ളത് വിപിൻ സാറ്, പ്രവീൺ സാറാണ്. പ്രവീൺ സാർ, ഒരു ഈശ്വര പ്രാർത്ഥനയോട് നമുക്ക് തുടങ്ങിയാലോ? ഓക്കെ, ഹായ് ഗൈസ്. ഒരിക്കൽ കൂടി അരുണിൻ്റെ കൂടെ ഒരു ഡ്രൈവിന് പോകാൻ കഴിഞ്ഞുള്ള സന്തോഷം അറിയിക്കുന്നു. നമ്മൾ എല്ലാവരും ഒരു എന്താ പറയുക, ചൂടിൻ്റെയൊക്കെ ഒരു ഇതിലാണ്. അപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ നല്ലൊരു യാത്രയിലാണ്. ഈ പറഞ്ഞ പോലെ തെങ്കാശി റൂട്ടിനാണ് പോകുന്നത്. അപ്പം എല്ലാവരെയും ഞങ്ങളുടെ കൂടെ ഇൻവൈറ്റ് ചെയ്യണം. ഓക്കെ, താങ്ക് യു. ഒരു പാട്ട്. മഴ പാടും കുളിരായി വന്നതാരോ ഇവനു, തെന്നലായി തണലായി ഇനിയാരോ ഇവളോ. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമുക്ക് പോകുന്ന വഴിക്കുള്ള കാഴ്ചകൾ കണ്ട് പോകാം. ഡു നോട്ട് സ്കിപ്പ്. പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഞങ്ങൾ തെങ്കാശി പോകുന്ന വഴിക്ക് തെന്മലയുടെ കവാടം എന്ന് പറയുന്ന നമ്മൾ ഒറ്റക്കല്ലാണ് ഔട്ട്ലുക്കിലാണ് നിൽക്കുന്നത്. നല്ല മനോഹരമായിട്ടുള്ള പ്ലേസാണ്. നല്ല വെള്ളമുണ്ട്, വിചാരിച്ചതിനെക്കാട്ടിയും നല്ല രീതിയിൽ. ഈ ഒറ്റക്കല്ലാണെന്ന് പറയുന്നത് ഒരു ചെക്ക് ഡാമാണ്. ആ ചെക്ക് ഡാം വഴി വെള്ളം കയറി ഇറങ്ങി പോകുന്ന ഒരു സൗണ്ടും ആ ഒരു കാഴ്ച നല്ലൊരു കാഴ്ച തന്നെയാണ്. ഒട്ടും പ്ലാൻ ചെയ്താണ് ഇറങ്ങിയത്. മുൻ യാത്രകളൊക്കെ ഞാൻ വളരെ കൃത്യമായിട്ട് ഇത്ര മണിക്ക് ഇന്ന സമയത്ത് ഇത്ര സ്ഥലത്ത് എത്തണമെന്നൊക്കെ ഉള്ള KSRTC BTC യാത്രകളൊക്കെയാണ് ചെയ്യുന്നത്. പക്ഷേ ഇത് അങ്ങനെയല്ല, ചെറിയൊരു ഡ്രൈവാണ്. അപ്പം അടുത്ത് എന്താണ് കാണാന്ന് വെച്ചാൽ ഒരു പ്ലാനും ഇല്ല. എന്നാലും ചെറിയൊരു പ്ലാൻ ചെയ്യുന്ന വെച്ചാൽ അടുത്തിന് 13 കണ്ണറ പാലമുണ്ട്. നമ്മുടെ റെയിൽവേയുടെ പാലമാണ്. അപ്പോൾ അങ്ങനത്തെ അടുത്ത ആ കാഴ്ച കാണാം. അപ്പം നമുക്ക് അതിലോട്ട് പോയാലോ? ആക്ച്വലി നമ്മളിപ്പോൾ ഇവിടെ എത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ 13 കണ്ണറ പാലത്തിൽ ഇറങ്ങണമെന്നൊക്കെ പ്ലാൻ ചെയ്ത് വന്നു. അവിടെ വണ്ടി ഒതുക്കാൻ സ്ഥലം കിട്ടാതെ ഞങ്ങൾ വന്നത് ഇപ്പോൾ തെങ്കാശി കഴിഞ്ഞിട്ട് അന്യൻ സിനിമയിലെ അണ്ടങ്കൊക്കെ കൊണ്ടക്കരുത് ആ പാട്ടിലെ അന്യൻ റോക്ക് വ്യൂ എന്ന് പറയുന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. മുട്ടൻ കാറ്റാണ്. ഞാൻ പറഞ്ഞത് എന്തെങ്കിലും കേൾക്കാൻ കഴിയുന്നുണ്ടോ? നല്ലൊരു കാറ്റാണ്. വേനലാണെങ്കിലും തമിഴ്നാടിന്റെ ഒരു ടിപ്പിക്കൽ എന്താ പറയാ സ്ഥലമാണ്. അതുകൊണ്ട് കേൾക്കാൻ കഴിയുന്ന അറിയില്ല. പുറകെ കാണുന്നതാണ് ആ പാറ. നല്ല വെയിലാണ്. നമ്മൾ ആദ്യം വെളിയെ ഇറങ്ങിയില്ല. ഇവിടെ ഇറങ്ങിയപ്പോഴത്തെ നല്ല കാറ്റ്. അങ്ങനെ നമ്മൾ ചെറിയൊരു വേപ്പ് മരത്തിന്റെ താഴെ ഇങ്ങനെ നിൽക്കുകയാണ്. നല്ലൊരു കാഴ്ചയാണ് കേട്ടോ, അടിപൊളി. അപ്പൊ അവിടെ പോയിട്ട് ആ ഒരു വ്യൂ കാണാൻ, അടുത്ത് പോയിട്ട് കാണാൻ പറ്റുന്നത് നോക്കാം. നമ്മളെ അന്യൻ സിനിമയിലെ വ്യൂ പോയിട്ട് ആ പാറ. അപ്പം ആ സിനിമയിൽ ആ പാട്ടിലൊരു MGRന്റെ ഫോട്ടോ ഒക്കെ പെയിൻറ്റ് ചെയ്ത ഒരു പാറയിലൊന്ന് ഇതാണ്. വേറെ ഒരെണ്ണമുണ്ട്, ഒരു പാലത്തിലൊക്കെ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ ആ ഒരു പ്രദേശമാണ്. ഇപ്പോൾ അവിടെ വേറെ എന്തൊക്കെ പരസ്യങ്ങളൊക്കെ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ആ പഴയ പടം ഒരു നീല കളറിൽ ചെറുതായിട്ട് കാണാനേ കഴിയുള്ളൂ. അങ്ങോട്ട് പോകാൻ പറ്റും, നോക്കി നോക്കാം. നല്ല വെയിലും, പക്ഷെ ഇവിടെ നിന്നുള്ള കാഴ്ചയും വളരെ രക്ഷയില്ലാത്ത വ്യൂ ആണ്. പുറകിൽ ഇങ്ങനെ ഒരു വലിയ മലനിര, അത് നമ്മുടെ എന്താ പറയുക സഖ്യപർവ്വതമാണ്. തെന്മലയൊക്കെ അടങ്ങുന്ന പ്രദേശമാണ്. നല്ലൊരു പ്രദേശം. നോക്കുന്നുണ്ട് അമേരിക്കൻ സായിപ്പന്മാർ നിൽക്കുന്നത്. ഇത് തന്നെയാണ് ആ പാറ എന്ന് വിചാരിക്കുന്നത്. നീല കളർ പെയിൻറ്റ് മാത്രമേ കാണാൻ പറ്റുള്ളൂ. 3 പാറകളിൽ പിന്നെ ഫേസ് ഫോട്ടോ അടിച്ച് എഴുതി വെച്ച് ഓർമ്മിക്കുന്നെന്ന് തോന്നുന്നു. നമ്മൾ ഇങ്ങനത്തെ പ്രദേശങ്ങൾ വരുമ്പോൾ റേഞ്ച് കുറവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ റിസർച്ച് ചെയ്യാൻ പോലും പറ്റില്ല. എന്നാലും നല്ല രസമുള്ള ഒരു കാഴ്ച. ഇത് തന്നെയാണെന്ന് വിചാരിക്കുന്നത്.
ഊല 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 ഊലമ്മ. പാറ ഞാൻ കണ്ട് ഇതാക്കുണ്ടായി ഇതെല്ലാം മഞ്ഞ സൂക്ഷിച്ച് വെച്ച് അടിപൊളിയാണ് കേട്ടോ. ഇത് ആൾക്കാർ ഉപയോഗിക്കുന്നതാണ് പാറയെ കുറിച്ച് റിസർച്ച് ചെയ്യണ വിപിൻ സാർ. ഞങ്ങളുടെ യാത്ര കറങ്ങി നമ്മൾ തെങ്കാശിയിൽ നിന്ന് ചെങ്കോട്ട വഴി കയറി അച്ഛൻകോവിൽ, കാട് വഴി കയറി അച്ഛൻകോവിൽ, അതുവഴി കയറി ഞങ്ങൾ ഇപ്പോൾ പുനലൂർ എത്തിയിട്ടുണ്ട്. നമ്മൾ അച്ഛൻകോവിൽ വഴി കയറി വന്നത് വെള്ളച്ചാട്ടം എല്ലാം ഉണ്ടോയെന്ന് നോക്കാനാണ്. പക്ഷേ ഒരു തുള്ളി വെള്ളമില്ലാത്ത എല്ലാ വെള്ളച്ചാട്ടങ്ങളും കാണാനുണ്ടായി. കുട്രാലോ, ഫൈവ് ഫാൾസ്, നമ്മളെ കുമ്പവരുട്ടി വെള്ളച്ചാട്ടം എല്ലാ വെള്ളച്ചാട്ടത്തിലും ആളില്ലാത്ത അവസ്ഥയാണ്. അപ്പോൾ നമ്മളിങ്ങനെ പുനലൂർ തൂക്കുപാലത്ത് എത്തിയിട്ടുണ്ട്. കറങ്ങി തിരിഞ്ഞ് ഇവിടുത്തെ തൂക്കുപാലത്തിൻ്റെ കുറച്ച് കാഴ്ചകളെ കണ്ടിട്ട് നമ്മൾ ഈ വീഡിയോ തുടരുന്നതായിരിക്കും. പറയാൻ പറ്റില്ല, കാര്യങ്ങളൊന്നും പറയുന്നില്ല, അതെല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഇപ്പം നടന്നൊരു കോമഡി, എനിക്ക് കോമഡി വളരെ ഫീൽ ചെയ്തു. ഞങ്ങളവിടെ ആദ്യം കയറി ചെന്നപ്പോഴേ അവിടുത്തെ ഒരു സ്റ്റാഫ് പറയുന്നു വീഡിയോഗ്രാഫി, ഫോട്ടോഗ്രാഫി എടുക്കാൻ പാടില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അയ്യോ സോറി എടുക്കുന്നില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് പറയാം മൊബൈലിലുണ്ടാക്കി വെച്ച് എടുത്തോ, കുഴപ്പമില്ല, ക്യാമറ യൂസ് ചെയ്യാൻ പാടില്ലെന്ന്. അതുകൊണ്ട് അടുത്ത കാര്യം ഞാൻ ചെയ്യാൻ പോകുന്ന വെച്ചാൽ ഈ ക്യാമറ കവർ ചെയ്യുന്ന ഒരു തെർമോക്കോൾ പോലത്തെ വലിയ മൊബൈൽ ഉണ്ടായിക്കൊണ്ട് ഞാൻ എവിടെയെങ്കിലും പോകത്തുള്ളൂ. മിക്കയിടത്തും മൊബൈൽ കടത്തിയിടും, പക്ഷേ ക്യാമറ കടത്തിയിടത്തില്ല. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് എനിക്ക് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ആൻഡ് ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കണ്ടുപിട്ടുന്നതായി അരുൺ രാജ്, സൈനിങ് ഓഫ്.